പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുപ്പ് പിടിച്ചിട്ടുള്ള സൗണ്ട് മാറിയിട്ടുള്ളത് ചെറുങ്ങനെ. അപ്പോൾ ഈ മാർച്ച് മാസം 2 ആഴ്ച നമ്മൾ ഈ അടുത്ത് കുറ്റ്യാട്ടൂർ, പാവന്നൂർ, നമ്മൾ ഈ അടുത്ത സ്ഥലത്ത് അപ്പുറമായിട്ട് തെയ്യം ഉത്സവം അതിൻ്റെ സീസണാണ്. നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലത്തും ഇപ്പം തെയ്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളീ അടുത്ത് ഈ മാർച്ച് മാസം 2 ആഴ്ച പരിപാടിയാണ്. അപ്പോൾ ഇന്നലെ കുറ്റ്യാട്ടൂർ കാവിൽ, കൂറുമ്പക്കാവ്, ചീറുമ്പക്കാവ് എന്നെല്ലാം പറയും. അപ്പോൾ അവിടെ കലശവും പരിപാടിയും കാര്യങ്ങളും തെയ്യം എല്ലാം ആയിരുന്നു. അവിടെ പോയിട്ട് ഇന്ന് പുലച്ചക്ക് 5 മണി അതിന് വീട്ടിലെത്തുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനും പറ്റിയില്ല. പിന്നെ പൊതുവേ രാവിലെ കാവിലേക്ക് പോകാൻ പറ്റിയില്ല. അതുമാത്രമല്ല, കാവിൽ ഇന്നലെ രാത്രി കയറുമ്പോഴത്തേക്ക് ഫോൺ ഓഫ് ആവുകയും ചെയ്തതിന്. അതുകൊണ്ട് കാവിലെ വീഡിയോസൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. കലശപ്പരിപാടിയും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്തെ കലശപ്പരിപാടിയും കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പോകാൻ പറ്റാത്ത നമ്മളെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഭാഗമായിട്ടുള്ള ഓരോ സ്ഥലത്തെയും കലശത്തിൻ്റെ അകത്തും അതുപോലെ പരിപാടിൻ്റെ അകത്തും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളവർക്ക് ഒന്ന് കാണാം, അവരെ കാണാം. അതുമാത്രമല്ല, നമ്മളെ നാട് മിസ് ചെയ്യുന്നത്, നമ്മൾ ഈ കുറ്റ്യാട്ടൂർ ഈ ഭാഗത്തുള്ള ദുബായിലെല്ലാം വർക്ക് ചെയ്യുന്ന നമ്മളെ നാട് മിസ് ചെയ്യുന്ന, നമ്മളെ കാവിലെ പരിപാടികളും ഉത്സവമെല്ലാം മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ. അതിന് പുറമെ നമ്മളെ നാട്ടിന് പുറത്തുള്ളവർക്ക്, ഇപ്പോൾ കോഴിക്കോട് അങ്ങനെ അങ്ങോട്ടേക്കുള്ളവർക്ക് നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി കാണിച്ചു തരിക എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. കലശവും പരിപാടിയും നമ്മളെ കാവിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ളൊരു പരിപാടിയാണ്, ഒരു വൈബ് പരിപാടിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. തിരക്ക് ഇവിടെ അട്ടിയാറ് പരിപാടി കഴിഞ്ഞ എല്ലാവരും പോക്കായി തോന്നും. നമ്മളെ നേരെ എത്തുന്നത് അടുത്ത ടീം എടുത്ത് പുറപ്പെട്ടുണ്ട്. അരയാൽ മുക്ക്. നമ്മളിത് പാസ്സാക്കണം സംഖ്യ. എങ്ങനെയെങ്കിലും അരയാൽ മുക്ക്. കാവന്ന് കാണാം നമുക്ക്. ഇത് കുറച്ച് ദൂരമുണ്ട്. അല്ലെങ്കിൽ ഈ സാധനം എടുത്തിട്ട് വരുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലേ? അങ്ങോട്ടേക്ക് ചെണ്ടയെല്ലാം മുട്ടി വരുമ്പോൾ നമ്മൾ കൊണ്ട് എല്ലാ കാവിലെ പരിപാടികൾക്കും ചെണ്ടക്ക് പോയിക്കൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തില്ല. ഇതെല്ലാം ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ. ഞാൻ വീഡിയോ കട്ടാക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരുപാട് ദൂരമൊന്നുമില്ല. ഇതെല്ലാം ഏകദേശം ഒരു 200 മീറ്റർ, 200 മീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അടുത്ത ടീം 10ാം മൈൽ. ഹായ്. ഓ, ഇവരിവിടെ തമ്പോലെ ചൂടാക്കുന്നുണ്ട്. നമ്മൾ പണ്ടേ വണ്ടിയൊന്നും ഇല്ലാത്ത ഒരു 3-4 കൊല്ലം മുമ്പെല്ലാം നമ്മൾ ഇതിലോട്ട് കുഞ്ഞിതമ്പടിക്ക് ഇപ്പുറത്തോട്ടാ ഇങ്ങനെ നടന്നിട്ടാ വരുത്തുക അല്ലേ? കുഞ്ഞിതമ്പടിക്ക് ഉറക്കോട്ടാ നടന്നിട്ട് വരുത്തുമ്പോൾ പോക്കുമല്ലോ. അതായിരുന്നു വലത്തോട്ടേക്കാണ് കാവിലേക്ക് പോകുന്ന റോഡ്. നമ്മൾ കാവിലേക്കല്ല, നമ്മൾ കുറച്ചും കൂടി കലശ ടീമുണ്ട്. അവരെല്ലാം അവിടെ എത്തും. എന്നാലും ഫ്യൂഷനും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉള്ളതൊന്നും നമുക്ക് കാവിലേക്ക് വരില്ല, ചെണ്ടയെ വരില്ല. അപ്പോൾ വെടുവങ്കുളവും കാരാറമ്പലും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഒരു 500 മീറ്റർ ഇപ്പുറം അടുത്ത സ്ഥലം ആനപ്പടിയ. അടുത്ത 300 മീറ്റർ ഗ്യാപ്പില് വാരച്ചാല്. കലശെല്ലാം ഞാൻ വിശദമായിട്ട് കാവുന്ന് വരുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓരോരോ ടീമിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് വണ്ടി ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ഉണ്ടായിടാം. ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം പോലെ ഉണ്ടാവില്ല. നമ്മളിതാ ഇവിടെ കൊള്ളിച്ച് വെച്ചിട്ടുള്ളേ. പരിപാടിന്റെ ആളെ കണ്ടേ. ഫുള്ള് അങ്ങനെ ഇങ്ങനെ ആൾക്കാർ കാണാനായിരുന്നല്ലോ. ആൾക്കാർ കാണാനും വരും. അതുകൊണ്ട് ഫുൾ തിരക്കായിരിക്കും. ഭാവി എല്ലാം തൊപ്പി പോയാ ഇവിടെ. ഭാവന്റെ 2 ചെരുപ്പുണ്ടായിരുന്നു പുതിയ. ഒന്നാണ് അപ്പുറം പോയി. ആദ്യം കിട്ടി. അതെ,
അപ്പോ നമ്മളെ തിരക്ക് കണ്ടെടുത്തേ പരിപാടി കാണാൻ വന്നവരെ വണ്ടിയാണ് തിരക്കായത്. കാവിന് വണ്ടി അങ്ങ് അടുപ്പിക്കാനാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുറ്റാട്ടർക്കാവിലെ കുറുമ്പക്കാവ് എന്നെല്ലാം പറയും. അപ്പോൾ അടുത്ത പരിപാടി ഈ തെയ്യമുണ്ട്. തെയ്യം നാളെ പൊലച്ചക്ക് തെയ്യമുണ്ട്. പക്ഷേങ്കിൽ ഈ കലശം, രാത്രിത്തെ കലശം എന്ന് പറയുന്നത് കാണാൻ നമ്മളെ എല്ലാ ഭാഗത്തെ ഇപ്പം മുഴപ്പിലങ്ങാടെല്ലാം നമ്മൾ ഇവിടെ നിന്നെല്ലാം പോക്കുന്നുണ്ട് കാണാൻ. അതേ കണക്കാ കാഞ്ചേരിക്കാവിലും എല്ലാം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അത് കണക്കാ ഇവിടെ എല്ലാ ഭാഗത്തും ആൾ വരും. പല രീതിയിലുള്ള പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. അടിപിടി എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കുറേ കുറവാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ വടുവംകുളത്തും കൂടി പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. കാവിലേക്ക് നോക്കാന്ന് 10 രൂപയുടെ മരണ ബ്ലോക്ക്. അങ്ങനെ കുറേ നേരം വണ്ടി തുഴഞ്ഞിട്ടും തഴഞ്ഞിട്ടും ഇവിടെ കാവിലെത്തിയിട്ടല്ലേ. പക്ഷേ നമ്മൾ അങ്ങനെല്ലാം പോയതുകൊണ്ടില്ലേ നമുക്ക് കൂടാണ്ട് കാവിലാണ്. നമുക്ക് ആദ്യം തന്നെ വന്നതാ. ഇഞ്ചോട്ടല്ലേ ഇത്? എൻ്റെ ഏട്ടനത് ചേച്ചീൻ്റെ അരയാൽ ഇത് കുറോട്ടില്ല. നമ്മളെ ബൈജുവാട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറേ നാട്ടുകാരുണ്ടാവും. ബ്ലോഗാണ് ഉണ്ണി. അതെടുത്ത് അങ്ങനെ നിതീഷ് ഏട്ടനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ നിമിഷം കുറ്റാട്ടർക്കാർ മുഴുവൻ കാത്തിരുന്ന കാണ്. ഞാനെടുത്ത് ഇത് പൊറോളത്തെയാണ്.
ഒരു യൂട്യൂബ് ഫാമിലിനെ കണ്ടുകൊണ്ടിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട്. നിന്നെ ആരാ വിളിച്ചിനി? മരണച്ചൂട് ഓംലേറ്റ് ഭയങ്കര ചൂട്. കൈ സമയം 2:33. ഇനിയും കലശം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തമ്പോലം പരിപാടിയെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മള് എത്ര തമ്പോലം അടിച്ചാലും നമ്മൾ ചെണ്ടേന്റെ ഫാനാണ്. വരുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മളെ കുറ്റ്യാട്ടൂർ കാവിലെ കലശം, കുറുമ്പക്കാവിലെ കലശ പരിപാടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ തെയ്യം പരിപാടിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇന്ന് 6-ാം തീയതി, മാർച്ച് 6 മുതൽ 12-ാം തീയതി വരെ എൻ്റെ ഇവിടുത്തെ കുടുംബക്കോട്ടത്ത് തെയ്യം തുടങ്ങുമെന്ന്. അപ്പോൾ ഇന്ന് കലവറക്കൽ ഘോഷയാത്രയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന്. അപ്പോൾ 11-ഉം 12-ഉം തെയ്യമാണ്. 11 രാത്രി മുതൽ 12 പുലർച്ചെ വരെ 5-6 തെയ്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ 6 ദിവസങ്ങളിൽ കലാപരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളൊരു കോമഡി സ്കിറ്റ് ഞാൻ ബിജുവാടിനും കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കളിക്കാനാവുന്ന വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് തണുപ്പെല്ലാം പിടിച്ച് സൗണ്ടെല്ലാം പോയിട്ടാണല്ലേ, എന്നാലും കളിക്കാനാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ 6 ദിവസത്തെ പരിപാടികളിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയെന്ന്. അതുപോലെ ഈ തെയ്യം, ഈ ഉത്സവം, ഈ പരിപാടിയെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നവർ പുറത്തുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരിക. എന്ത് സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് കലവറക്കൽ ഘോഷയാത്രയും പരിപാടിയും കാര്യങ്ങളിലാണ്. അതുകൊണ്ടായാലും കുറച്ച് വീഡിയോ എടുക്കും. നാളത്തെ വീഡിയോൻ്റെ അകത്ത് ആ കാര്യങ്ങളും കുറച്ച് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ബൈ.